ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ അത്യാവശ്യം 7 കളിയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ കളിയുടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമുകളായിരുന്നു. ഏകദേശം ഞാൻ പറഞ്ഞ പോലെ തന്നെയായിരുന്നു മാച്ചസൊക്കെ വന്നായിരുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയുടെ നമുക്ക് നോക്കാം. ഇന്നലത്തെ കളിയുടെ റിസൾട്ടുകളാണ്. ആദ്യത്തെ കളി അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്കുകളായിരുന്നു. പിന്നെ രണ്ടാമത്തെ കളി എനിക്ക് കളിക്കാൻ പറ്റിയില്ല. എന്നാലും ഏകദേശം ഞാൻ ഡെമോ ടീം ഇട്ടതിൻ്റെ തന്നെ ഏകദേശം ആ ഒരു ടൈപ്പ് ടീം തന്നെയായിരിക്കും വന്നിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാക്കപ്പ് പ്ലെയേഴ്സിനെ ആഡ് ചെയ്യാറുണ്ട്. 4 പേരെയും ആഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഒരു 11 പേരെ സെലക്ട് ചെയ്തിട്ട് പിന്നെയുള്ള നല്ല പ്ലെയേഴ്സിനെയാണ് ബാക്കപ്പ് പ്ലെയേഴ്സായിട്ട് ആഡ് ചെയ്യണത്. അപ്പോൾ ആ ഒരു പ്ലെയേഴ്സിനെ കൂടി നിങ്ങൾ ആഡ് ചെയ്യണം. കാരണം അത് ഇന്നലത്തെ കളിയിൽ തന്നെ ഒരാൾ മെയിനായിട്ടുള്ള ഒരാൾ കളിക്കാനുണ്ടായില്ല. അപ്പോൾ അയാൾക്ക് പകരം വന്ന പ്ലെയറും അത്യാവശ്യം നല്ല പോയിൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അത് ആഡ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. എന്ത് കോൺടെസ്റ്റിൽ ജോയിൻ ചെയ്തതാണെങ്കിലും നിങ്ങൾ ബാക്കപ്പ് പ്ലെയേഴ്സിനെ എന്തായാലും ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിലൊക്കെ ഒരു പ്ലെയറൊക്കെ ചേഞ്ച് ആവാറുള്ള 10 ഓവറിൻ്റെ കളിയിൽ അങ്ങനെ ഇടയ്ക്ക് ചേഞ്ച് ആവാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ പൈസ പോകുന്നതാണ്. ഇപ്പോൾ ഈ രണ്ടാമത്തെ കളി ഞാൻ എന്തായാലും ജോയിൻ ആയിട്ടുണ്ടായില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലെയർ, ബാക്കപ്പ് പ്ലെയർ കയറി വന്നു. അത്യാവശ്യം 92 പോയിൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ടീമായിട്ട് വന്നത്. പക്ഷേ ജോയിൻ ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ മൂന്നാമത്തെ മാച്ചിൽ നമ്മുടെ ഇന്നലെ ആദ്യമായിട്ട് എല്ലാ പ്ലെയേഴ്സും കറക്റ്റായിട്ട് വന്നതായിരുന്നു. പക്ഷേ വൈസ് ക്യാപ്റ്റൻ തെറ്റിപ്പോയി. ഇതിൽ കോമൺ ആയിട്ടുള്ള പ്ലെയറാണ് വൈസ് ക്യാപ്റ്റനായിട്ട് അമിൻ എന്ന് പറഞ്ഞ പ്ലെയർ. അത്യാവശ്യം നല്ല പോയിൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്ന ടീം ക്ലാഷ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ക്ലാഷ് ഉണ്ടായിരുന്നു. 4000 രൂപ വെച്ച് എന്തോ കിട്ടിയുള്ളൂ. 10, 200, 250 പേരെന്തോ സെയിം ടീം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് പകരം ഞാൻ 4 പ്ലെയേഴ്സിനെ VC വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേതെങ്കിലും ഒരു പ്ലെയർ, സെലക്ഷൻ കുറവുള്ള പ്ലെയർ വന്നായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ മെഗാ GL ടോപ്പ് പ്രൈസ് അടിച്ചേനെ. എന്തൊക്കെയാണെങ്കിലും ഡ്രീം ടീമായിരുന്നു. ആദ്യമായിട്ട് വന്നതായിരുന്നു. വളരെ സന്തോഷം. എന്തായാലും നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റാങ്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നത്തെ കളിയിൽ ഞാൻ ഇതിൽ ടീം ഇട്ടിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടീമായിരുന്നു. അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മാച്ചിൽ. ഇന്നലെ ഒരുവിധം എല്ലാ പിന്നെ ഒരു SLൻ്റെ ടീം ലാസ്റ്റ് ബേസ്ബോളിൻ്റെ ഇട്ടത്, അതിലും കുഴപ്പമില്ലാത്ത റാങ്കുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇന്നത്തെ ഒരുപാട് കളികൾ ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ECSൽ 5 മാച്ചിൻ്റെ ഡെമോ ടീം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്ന് കാണിക്കാം. ആദ്യത്തെ ഇതിൽ ഇന്നലെ കളിക്കാനുണ്ടായാൽ ഒരു പുതിയ ടീം വന്നത് RPHX എന്ന് പറഞ്ഞ്, അവർ അത്യാവശ്യം നല്ല ടീമാണ്. കുഴപ്പമില്ലാത്ത ബാറ്റിങ്ങും ബോളിങ്ങും, അത്യാവശ്യം ഒരു 6-7 പ്ലെയേഴ്സ്, നല്ല പ്ലെയേഴ്സ് ഉണ്ട് അവരുടെയിലും. അപ്പോൾ ഇതിൽ 2 ടീമുകളും അത്യാവശ്യം നല്ല ടീമുകളാണ്. എന്തൊക്കെയാണെങ്കിലും അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയേഴ്സിനാണ് മാർക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇവരെ വെച്ച് ക്യാപ്പും VC വെച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഒരുവിധം 11 പേരെ സെലക്ട് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല പ്ലെയേഴ്സാണ്. അതിൽ എസ്കാലെ എന്ന് പറഞ്ഞ പ്ലെയറിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ട് ഈ താഴെ ബാക്കപ്പ് പ്ലെയേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിലാരെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് നോക്കാം. പിന്നെ ഒരുവിധം എല്ലാവരും പിന്നെ സംഖ്യ വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് വേറെ ആരെങ്കിലും വെച്ച് നോക്കാം. ഇതിൽ മാർക്ക് ചെയ്തേക്കുന്ന പ്ലെയേഴ്സ് അത്യാവശ്യം നല്ല പ്ലെയേഴ്സാണ്. അവരെന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. പിന്നെ ഇതിൽ നമുക്ക് ഒരുപാട് ഐഡിയാസ്, നിങ്ങളുടേതായ രീതിക്ക് ഐഡിയാസ് ട്രൈ ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ മാച്ച് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ആൽബി സൽമി എന്ന് പറഞ്ഞ ടീമാണ് ജയിക്കാൻ കൂടുതൽ ചാൻസ്. കുറച്ചും കൂടി ഒരു നല്ല ടീം എന്ന് പറയുന്നത് അവരാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഈ ഓപ്ഷൻസൊക്കെ വെച്ചിട്ട്. പിന്നെ രണ്ടാമത്തെ മത്സരം MARഉം HUDയും തമ്മിലാണ്. ഇത് രണ്ടും, ഇതിൽ MAR അത്ര നല്ല ടീമല്ല, HUD ആണ് നല്ല ടീം. അപ്പോൾ അവർ 1 സൈഡായിട്ട് ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവരുടെ പ്ലെയേഴ്സിന് തന്നെ ക്യാപ്പും VCയും വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ ഞാനൊരു 4 പ്ലെയേഴ്സിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് അത്യാവശ്യം അതിൽ ഇന്നലെ ഐസുവാക്കാണ് അത്യാവശ്യം നല്ല സ്കോർ ചെയ്തത്. ബാക്കി 3 പേരും ബോളിങ്ങും കൂടി ഉള്ളതാണ്. ബാറ്റിങ്ങും ബോളിങ്ങിലും അവർക്ക് പോയിൻ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അവരെ വെച്ച് GL ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കോമൺ പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ യൂണിവേഴ്സൽ ക്യാപ്പും VC ആയിട്ട് വെച്ചേക്കുന്നത് S അഹമ്മദാണ്. അപ്പോൾ അതിൽ മറ്റുള്ളവരെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു ചാൻസ് ഉണ്ട് അവർക്ക് കൂടുതൽ പോയിൻ്റ് കിട്ടുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ഏകദേശം ഒരു ബേസ് ടീമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയൊരു പ്ലെയർ ഉള്ളത് വാലിദിനെ മാറ്റിയിട്ട് ഇതിൽ താഴെയുള്ള ബാക്കപ്പ് പ്ലെയേഴ്സിനെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു കോമ്പിനേഷൻ വെച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ ചിലപ്പോൾ ട്രൈ ചെയ്യുന്നത് ഒരു പ്ലെയറിനെ തന്നെ ക്യാപ്പ് വെച്ചിട്ട് VC മാത്രം മാറ്റിയിട്ട് ഒരു ഇതിലുള്ള ഏതെങ്കിലും പ്ലെയേഴ്സിനെ ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ
കളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കൊരു നമ്മുടെ മൈൻഡിലൊരു തോന്നൽ പറയുന്ന ഒരു പ്ലെയറിനെയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നോക്കാം. ഞാനിപ്പോൾ ചില കളികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നോക്കണത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അവരുടെ സ്റ്റാറ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ 2 കളി കളിക്കാത്തവരാണെങ്കിൽ ചിലപ്പോൾ 3ാമത്തെ കളിയിൽ കളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പോയിൻ്റ് ടേബിളിൽ നിങ്ങൾക്ക് ഇതിൽ പോയിൻ്റ് അറിയാൻ പറ്റില്ല. അതിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പോയിൻ്റ് കുറവുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ട്. 2 കളി കളിച്ചില്ലെങ്കിൽ അവർ 3ാമത്തെ കളിയിൽ കളിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് 2ാമത്തെ കളി. ഇനി 3ാമത്തെ കളി ഇതിൽ MARഉം ALSഉം ഇതിൽ ALZ ജയിക്കാനാണ്, ആൽബി സൽമി എന്ന് പറഞ്ഞ ടീം ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. കാരണം അവരാണ് അത്യാവശ്യം നല്ല ടീം. അപ്പോൾ അവരുടെ പ്ലേയേഴ്സിന് തന്നെ അതിൽ 2 പ്ലേയേഴ്സാണ് മെയിനായിട്ടുള്ളത്, ഓൾറൗണ്ടർമാരായിട്ടുള്ളതിൽ. പിന്നെ ഖാൻ അത്യാവശ്യം നല്ലൊരു ബാറ്റ്സ്മാനാണ്. അതുപോലെ തക്വീം എന്ന് പറഞ്ഞ് അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യണതാണ്. അതുപോലെ മിർ അഫ്സൽ. ഈ ഒരു 5 പ്ലേയേഴ്സിനാണ് ALZൽ എടുത്തേക്കണത്. അത് 5 പേരും അത്യാവശ്യം നല്ല പ്ലേയേഴ്സാണ്. നമുക്ക് ക്യാപ്പും വിസിയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ പ്ലേയേഴ്സാണ്. അപ്പോൾ ഇതിലെന്തായാലും ഇവരെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയ പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസനെ വേണമെങ്കിൽ മാറ്റിയിട്ട് നോക്കാം. പിന്നെ സർക്കാർ, അബ്ദുൾ റഹ്മാൻ, ഈ 3 പ്ലേയേഴ്സിനെ ചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ മറ്റുള്ള പ്ലേയേഴ്സിനെ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് 3ാമത്തെ മാച്ച്. ഇനി 4ാമത്തെ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് 2 നല്ല ടീമുകളാണ്. അപ്പോൾ ഇതിൽ ക്യാപ്പ് VC സെലക്ഷനൊക്കെ കുറച്ച് പാടാണ്. അതുപോലെ ഈ 11 പേര് വിട്ട് ഒരാളെ മാറ്റാനും കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് തോന്നണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ളത് ചെയ്യാം. ഓക്കെ, ഇതിൽ ക്യാപ്പും VCയൊക്കെ സെലക്ഷൻ കൊടുക്കുന്നത് കുറച്ച് റിസ്ക്കാണ്. കാരണം അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് കളിക്കുന്നവരാണ്. പിന്നെ പുറമെ ഈ 11 പേരെ കൂടാണ്ടുള്ളവരും അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നവരാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. ഇനി ഇന്നത്തെ 5ാമത്തെ മത്സരം MARഉം HLും. അപ്പോൾ എന്തായാലും അത് HUDയുടെ പ്ലേയേഴ്സിനെ ക്യാപ്പും VCയൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ മാച്ചിലൊക്കെ GL തന്നെ ട്രൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം SL കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്റിംഗ് ഓർഡറും കറക്റ്റായിട്ടുള്ള അറിയാൻ പറ്റില്ല. അത്യാവശ്യം 1-2 പ്ലേയേഴ്സൊക്കെ മാത്രമുള്ള ടീമൊക്കെ ആണെങ്കിലാണ് നമുക്ക് SL കളിക്കുന്നത് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ടീം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 കോമ്പിനേഷൻ വെച്ചിട്ട് സ്മോൾ ലീഗുകൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ജയിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിനി GL ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു 3-4 പ്ലേയേഴ്സിനൊക്കെ മാർക്ക് ചെയ്തതിൽ ആദ്യത്തെ 2 പേരെ വെച്ച് ഒരു ടീം ക്രിയേറ്റ് ചെയ്യുക, പിന്നത്തെ 2 പേരെ വെച്ച് ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഏതെങ്കിലും 1-2 പ്ലേയേഴ്സ് കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അല്ലാതെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ GL ട്രൈ ചെയ്ത് നോക്കാം. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത GL ട്രൈ ചെയ്യാൻ പറ്റിയ മത്സരങ്ങളാണ് ഇന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നലെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ച് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റാങ്ക് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ മെയിനായിട്ട് മെഗാ GL മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. മെഗാ GLൽ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. നിങ്ങൾ വേറെ പ്രൈവറ്റ് കോൺടെസ്റ്റുകളോ അല്ലെങ്കിൽ വേറെ ഇതിൽ തന്നെ വരുന്ന വേറെ ഏതെങ്കിലും കോൺടെസ്റ്റുകളൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മെഗാ GLൽ നിങ്ങൾ എന്തെങ്കിലും കുറച്ച് റിസ്ക് എടുത്ത് ഇതിലേതെങ്കിലും മെയിനായിട്ടുള്ളൊരു പ്ലെയറൊക്കെ മാറ്റി സെലക്ഷൻ കുറവുള്ള ഏതെങ്കിലും പ്ലെയറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ക്ലിക്കാവാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു മാച്ചായിരിക്കും. ഇന്നുള്ള എല്ലാവരും GL ട്രൈ ചെയ്യാൻ പറ്റിയ മത്സരങ്ങളാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ GL അടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കും എന്തെങ്കിലുമൊക്കെ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താണ്. എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കമൻറ്റിൽ പറയുക. എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. എല്ലാ ദിവസവും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരോടും കൂടിയൊക്കെ കാണാൻ പറയുക. നമുക്ക് ഇതിൽ കൂടുതൽ മാച്ചുകളൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ തൽക്കാലം കുറച്ച് സമയവും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവണവരെ തൽക്കാലത്തേക്ക് ഈ ഒരു ECSൻ്റെ മത്സരങ്ങളാണ് കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.